തുറന്ന് പറയാൻ എനിക്കൊരു മടിയില്ല. സത്യമായി சொன்னா ഞാൻ മുതലേരല്ലേ, നിങ്ങളെപ്പോലൊരു മലയാളിയ. നിങ്ങൾ കണ്ടത് എന്റെ തന്തയുടെയും തള്ളയുടെയും പടമല്ല, അറിയാമോ? മദ്യപിച്ചിട്ട് ഇങ്ങനെ അച്ഛനെയും അമ്മയും തള്ളി പറയട്ടെ. ഞാൻ പറയും. ഞാൻ ഇന്നലെ തുടങ്ങിയതല്ല ഈ കുടി. എന്റെ അച്ഛൻ ശങ്കരൻ വേറെ ഒരു ദരിദ്രവാസിയായിരുന്നു. കഷ്ടം. എന്റെ മുത്തച്ഛൻ കാഞ്ചീപുരം തെരുവിൽ മുണ്ടും തോർത്തും വിറ്റ് നടന്നിരുന്ന ഒരാളായിരുന്നു. മുത്തച്ഛന്റെ അച്ഛനും വേറും തറ കച്ചവടം. പിന്നെ എങ്ങനെ ഈ നിലയിലെത്തി? കരയരുത്. എന്റെ അച്ഛൻ ശങ്കരൻ ഒരു മുതലയാർ പെണ്ണിനെ കെട്ടി, മീനാക്ഷി അമ്മ. അങ്ങനെ വെറും ശങ്കരലിംഗ മുതലയാരായി. പിന്നെ ഒറ്റ കേറ്റമായിരുന്നു. തെങ്ങിലേക്കോ? ഏത് തെങ്ങ്? അല്ല, പിന്നെയും ശങ്കരൻ തെങ്ങിലേക്കെന്ന് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. ഓ, പഴമൊഴി. ഇത് ബിസിനസ്സിലേക്കുള്ള കയറ്റം, വെച്ചിടി കയറ്റം. ഓ, പക്ഷെ ചാകാൻ നേരത്ത് ഭാര്യയുടെ പേരിട്ട പേരക്കിടാവിന്റെ പേരിൽ അങ്ങനെ സ്വത്തുമൊഴി ഇത് വെച്ചിട്ട് വെള്ളമിറങ്ങാതെ ഗോവിന്ദ ഗോവിന്ദ എന്ന് പറഞ്ഞ് മേലോട്ട് പോയി. നിങ്ങൾ തമ്മിൽ ഉടക്കായിരുന്നു? ഇല്ലെന്ന് പറഞ്ഞൂടാ. അത് വെച്ചിട്ട് എനിക്കൊരു പണി തന്നതാ പരമനാറി. പേരായിരിക്കും. ഞാനും കെട്ടി ഒരു മുതലയാർ പെണ്ണിനെ. പക്ഷെ അവിടെ തന്തയുടെ സ്വത്തെല്ലാം ബാങ്കുകാർ ജപ്തി ചെയ്തുകൊണ്ട് പോയി. പാപ്പരായ കാമാക്ഷി എന്റെ തലയിലുമായി. പക്ഷെ എന്റെ മോൻ ശരവണൻ മീനാക്ഷിയെ കെട്ടുന്നതോടെ ഞാൻ ഒരു കോടീശ്വരനാവും. മീനാക്ഷി സിൽക്ക് കൈ വെള്ളയിലിട്ടിങ്ങനെ അമ്മാന പാടും. എന്നിട്ട് മുള്ളിനെ മടക്കി കുതിയിട്ട് എന്തായി കാണിക്കുന്നത്? ഔട്ട് ഹൗസിലേക്ക് പോരുന്നത് കണ്ടപ്പോഴേ ഞാൻ സംശയിച്ചതാ ആ മാരിയപ്പം കൊണ്ടുവന്നത് ഇവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവുമെന്ന്. അതെ, ഒന്നും തോന്നരുത് കേട്ടോ. ബോധമില്ലാതെ ഓരോന്നും വിളിച്ച് പറയുന്നത്. എത്ര ഓടിച്ചാലും ഞാൻ ബോധം വിടില്ല. ഈ ശ്രീരാമലിംഗ സ്റ്റഡി ആയിരിക്കും. സ്റ്റഡി ആയിട്ട് നിൽക്കും. എനിക്കറിയാത്തതല്ലോ. ഇതാണ് ഓരോരുത്തരുടെ തനി സ്വഭാവം അറിയണമെന്നുണ്ടെങ്കിൽ ബിവറേജ് വാട്ടർ ഉള്ളിൽ ചെല്ലണമെന്ന് പറയണത്. കല്യാണം കഴിയുന്നത് വരെ ഈ പുലികളി കാണേണ്ടി വരുമോന്നാ എന്റെ പേടി. സിറ്റിയിലെങ്ങനെ താമസിച്ചാൽ മതിയായിരുന്നു, കുറച്ച് ദൂരം ഉണ്ടെന്നല്ലേ ഉള്ളൂ. അത് തന്നെയാണ് ഞാനും പറയണത്. ഇവിടെ വലിയ ശല്യമൊന്നുമില്ല. സാപ്പാട് എങ്ക വെക്കരുത്. എവിടെ വെച്ചാലും എനിക്ക് സമ്മതം. അയ്യോ, ഇപ്പൊ അതൊന്നും വേണ്ട. വിളമ്പി തരണോന്നാ ചോദിച്ചത്. എന്നാ വിളമ്പിക്കോ. വേണ്ട, ഞങ്ങൾ വിളമ്പിക്കോളാം. പൊയ്ക്കോ. ആ രണ്ട് കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. പോയി വിളമ്പടാ. ആ കുട്ടി വെറും പാവോ. ഏത് കുട്ടി? മീനാക്ഷി. ഏയ്, അത് പാവൊന്നുമല്ല. കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുള്ള പെണ്ണ. സ്വത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ എന്നോട് മനസ്സ് തുറന്ന് കൊറേ കാര്യങ്ങൾ സംസാരിച്ചു. അല്ലേലും മനസ്സ് തുറപ്പിക്കാൻ നിനക്ക് നല്ല മിടുക്കാണല്ലോ. കട്ടിക്കിടിച്ചാ തുറക്കാത്ത എന്റെ മനസ്സ് മേശ വലിപ്പ് തുറക്കും പോലെ ഈസി ആയിട്ട് തുറന്നു കളഞ്ഞില്ലേ? നജീക നിർത്തി. മീനാക്ഷിയെ കണ്ടപ്പോ ഏതോ മുജ്ജന്മത്തിൽ പരിചയമുള്ള ഒരാളെ കണ്ട പോലെ എനിക്ക് തോന്നിയത്. ഒരുപക്ഷെ ഈ മീനാക്ഷി കഴിഞ്ഞ ജന്മത്തിൽ ആതിരയുടെ അമ്മായി അമ്മയായിരുന്നിരിക്കും. എന്തിന് അമ്മായി അമ്മ? നാത്തൂനായ പോലെ. കഴിഞ്ഞ ജന്മത്തിലെ അമ്മായി അമ്മയാണ് ഈ ജന്മത്തിലെ നാത്തൂനായി ജനിക്കുന്നത്. ആണോ എന്ന് ചിലരൊക്കെ പറയാറുണ്ടെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞ ആ കുട്ടി എന്റെ നാത്തൂനായിരുന്നെങ്കിലെന്ന് ഞാൻ ആശിച്ചു പോയി. അത് പ്രശ്നമല്ല. കഴിഞ്ഞ ജന്മത്തിൽ മീനാക്ഷിയുടെ അമ്മായി അമ്മയായിട്ട് ജനിക്കണേ എന്ന് പ്രാർത്ഥിച്ചാ മതി. അപ്പൊ ഈ ജന്മത്തിൽ അതിന്റെ നാത്തൂനാവും. മനസ്സിലായില്ലേ? ഈ ജന്മത്തിലെ നാത്തൂനായിട്ട് നീ ആ പപ്പടം ചേർത്ത്. ഇത് രാജ്യം വേറെയാണ്. ഇതങ്ങനെ മുതലേറെ ആൾക്കാർ കേട്ടാലുണ്ടല്ലോ, ആ നിമിഷം നമ്മളെ എല്ലാരെയും ബാക്കപ്പ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ വേണ്ട. നമ്മളെ പറഞ്ഞു വിട്ടാലേ ആ ഒറ്റ കൊമ്പൻ ഇവന്റെ മുഴുവൻ ഒറ്റയ്ക്ക് വിഴുങ്ങിക്കളയും. ഈശ്വരാ. മീനാക്ഷി എവിടെ? മടിയിലിരിക്കണം. ആരുടെയും മടിയിലല്ല, മാടി എന്ന് പറഞ്ഞ മട്ടുപ്പാ വിട്ടാറസ്. നീ വാ. അച്ചേട്ടൻ പോയിക്കോ. എനിക്ക് മാടി കയറിയ തല ചുറ്റും. എന്നെ കൊണ്ട് അഴിപ്പിക്കാൻ വേണ്ടി കറുപ്പ് ജല ഉടുത്തോണ്ട് വന്നേക്കാണല്ലേ കള്ളി. ദൈവമേ, എന്റെ ഷർട്ട്! നാട്ടാമയ്ക്ക് മുന്നിൽ എനിക്കെതിരെയുള്ള തെളിവ്. എടി, അപ്പൊ എന്റെ ഷർട്ട് അടിച്ചു മാറ്റിയത് നീയാണല്ലേ? എന്തിനാടി ഇത് മോഷ്ടിച്ചത്? എനിക്കിഷ്ടമുണ്ടായിട്ട്. കാരണം കുറ്റിക്കിട്ടോർണം പൊട്ടിച്ചാലുണ്ടല്ലോ ഊരടി ഷർട്ട്. മനസ്സില്ലെങ്കിലോ? നിന്റെ മനസ്സമ്മതമൊക്കെ പള്ളി പോയി പറഞ്ഞാ മതി. പറയേണ്ടവരുടെ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി പള്ളിയിലും കൂടി പോയി പറയണമെങ്കിൽ ഞാൻ അതിനും റെഡിയാ. എന്റെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയാഞ്ഞിട്ടാ. ഒക്കെ ശരിക്കും അറിഞ്ഞിട്ട് തന്നെയാ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഓ, അപ്പൊ എന്നെ കുറിച്ച് എല്ലാം പറഞ്ഞു തന്ന ഒരാൾ ഇതിന്റെ പിന്നിലുണ്ട്.
സത്യം പറയടി, എന്നെ ചൂണ്ടിക്കാണിച്ചോളാൻ നിന്നോട് പറഞ്ഞതാ നജീബല്ലേ? അല്ല, പിന്നെ ആരടി? സത്യം പറയടി, ആരാ നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത്? സാക്ഷാൽ കാഞ്ചി കാമാക്ഷി. കാഞ്ചി? എടി അവിടെ നിൽക്കാൻ. ഇവളെന്നെ കൊണ്ട് കറുപ്പഴിപ്പിച്ചെടുപ്പിക്കുന്ന തോന്നുന്നത്. ഓടി എന്താ പക്കം? നീ എന്താ ഇവിടെ? അല്ല കറുപ്പഴിക്കാൻ. കർപ്പഴിക്കാനോ? അല്ല അച്ചുവേട്ടൻ മീനാക്ഷി മടിയില് അല്ല മാടിയില്. മാടിയില്? അയ്യോ, എന്റെ ഷർട്ട്. അയോഗ്യ പയലേ നീ. അല്ല, ഞാൻ ഈ ഷർട്ട് അഴിക്കാനായിട്ട്. ഓ, അപ്പൊ ഷർട്ടും പാന്റും അഴിക്കാനുള്ള പുറപ്പാടായിരുന്നല്ലേ? അയ്യേ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നിന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി. എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയാൻ നോക്കിയിട്ട് ഇപ്പൊ പട്ടാ പകല് പുറത്തൊരുത്തനെ കാവല് നിർത്തിയിട്ട് ഇവിടെ വന്ന് എന്ത് തോന്നിയാസം കാണിക്കാവുന്നു? എന്റെ പുലികളിയാടാ നീ. നിങ്ങൾ എന്താ ഈ കൂട്ടിലിട്ട് വരികനെ പോലെ ഇങ്ങനെ നടക്കുന്നത്? മണി എത്രയെന്ന് അറിയോ? കിടക്കുന്നില്ലേ? നിനക്കൊക്കെ മണിക്കണക്ക് നോക്കി ചാപ്പാടടിച്ച് കിടന്ന് ഉറങ്ങിയാ മതി. ബാക്കിയുള്ളവരോട് ഇരിക്കപ്പുറയില്ലാതെ കിടന്ന് വട്ടം കറങ്ങാ. അതിനിപ്പോ ഇവിടെ എന്തുണ്ടായിന്നാ? നീ എന്റെ കൂടെ ഇല്ലേ താമസം? ഇനി എന്തുണ്ടാവാൻ? കൈവിട്ടു പോയതൊക്കെ തിരിച്ചുവിട്ടെന്ന് വിചാരിച്ചതാ. നിരപരാധിയാണെന്ന് പറഞ്ഞവൻ അവളുടെ കൂടെ അടിച്ചു പൊളിച്ച് നടക്കുക. നാളെ കൂടി കഴിഞ്ഞാൽ 3 നാൾ കല്യാണം. അന്തിക്കൂട്ടിന് വന്നവൻ അമ്മയ്ക്ക് നായരായി എന്ന് പറഞ്ഞ പോലെ അവനെങ്ങാനും അവളെ കെട്ടി ഇവിടെ കയറി ഭരിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഞാൻ ഈ മീശയും വെച്ച് മുതലിയാരാണെന്ന് പറഞ്ഞ് നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? அந்த அச்சதும் குட்டியை ஏன் இன்னும் இந்த குடி வச்சிட்டு இருக்கீங்க? பெட்டி எடுத்து வெளியில போடான்னு சொல்ல வேண்டியதானே? അവൻ ഇനി എങ്ങനെ പോകും തോന്നുന്നില്ല. നിർബന്ധിച്ചിറക്കി വിട്ടാലേ അവൻ ചെന്ന് നാട്ടാമ്മയോട് പരാതി പറഞ്ഞാൽ അതിനുള്ള ശിക്ഷ നമുക്ക് വേറെ കിട്ടും. அவன் போன மீனாட்சி கழுத்துல உங்க பையன் தாலி கட்டணும். அது உங்களுக்கு பிடிக்காது. அதனால தானே இப்படி சொல்றீங்க. അതേടി, കണ്ടവന്റെ കൂടെ അഴിഞ്ഞാടി നടന്നവളെ സ്വത്ത് മോഹിച്ച് എന്റെ മോന്റെ തലയെ കെട്ടി വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. ஆஹா, பாத்தீங்களா? இப்படி நினைச்சிட்டு இருக்கும்போது இந்த வீட்ல எப்படி ஒரு நல்ல காரியம் நடக்கும்? അത്രയ്ക്ക് നല്ലത് നടക്കുമെങ്കിൽ അവളെ നിന്റെ ആങ്ങളെ മാരിയപ്പനെ കൊണ്ട് കെട്ടിക്കടി. ஆஹா, ஏன் தம்பி அப்படி மாலை கட்டுறவன் கிடையாது. ആഹാ, അത് ശരി. അപ്പൊ എന്റെ മോൻ എന്താ മാനം കെട്ടവനാണ് ചക്കാളത്തി? யாரு சக்காலத்தி? നീയാടി ചക്കാളത്തി. ചക്കാളത്തി, 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 ഒന്ന് നോക്കുന്നുണ്ടോ? ആര് കെട്ടിയില്ലെങ്കിലും അവളെ ഞാൻ കെട്ടും. മുറപ്രകാരം തായ് മാമനാണ് ഞാൻ. എനിക്ക് അവളെ കെട്ടാ. മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കും. പോയി കിടന്ന് ഉറങ്ങലുണ്ട്. ஐயோ மாமா, എന്റെ ഏകാംബരം നാഥ. എന്റെ ഭഗവാനെ, നീ തരുന്ന എന്ത് പരീക്ഷണങ്ങളും സഹിക്കാൻ ഞാൻ തയ്യാറാണ്. ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. മീനാക്ഷിയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് എന്റെ മോൻ ശരവണൻ തന്നെ ആയിരിക്കണേ. എന്നോട് വഴക്കടിച്ച് വീട്ടിൽ പോലും കയറാതെ അവൻ കൂട്ടുകാരുമായിട്ട് കറങ്ങിയടിച്ച് നടക്കുകയാണ്. അവനെ നേർവഴിക്ക് കൊണ്ടുവരണേ ആണ്ടവാ. നാട്ടാമ പറഞ്ഞ തീർപ്പനുസരിച്ച് ഇന്ന് രാത്രിയോടെ 7-ാം നാൾ പൂർത്തിയാകും. എനിക്ക് തോന്നുന്നത് നമ്മുടെ പാത്തിമത്തെ പറഞ്ഞതുപോലെ അച്ചോട്ടന്റെ കയ്യിൽ നിന്ന് പുടവ മേടിക്കാൻ പടച്ചോന്റെ ഡയറിയിൽ എഴുതിയിരിക്കുന്നത് ഈ മീനാക്ഷിയുടെ പേരായിരിക്കും. പിന്നെ പടച്ചോനാരാ പോസ്റ്റ്മാൻ വേലായുധന? കെട്ടിക്കാറായ പെമ്പിള്ളേരുടെയൊക്കെ പേരെഴുതിയ ഡയറിയും കൊണ്ട് നടക്കാൻ? ഇനി ഇങ്ങനെ വാശി പിടിക്കണോ? നിനക്കെന്താടാ ഒരിളക്കം? ആ പാപ്പാത്തിയെ കണ്ടോണ്ട് മനസ്സിൽ എന്തെങ്കിലും വേണ്ടാതീനം കരുതിയിട്ടുണ്ടെങ്കിൽ പാപ്പാത്തിയെ കുറിച്ചൊന്നും പറയരുത്. സത്യം പറഞ്ഞ ഞാനൊന്ന് അഴിക്കാൻ വേണ്ടി അവൾ എത്ര ദിവസമായി പറയുമ്പോ കറുപ്പെടുത്തും നടക്കാൻ തുടങ്ങിയിട്ട് അച്ചോട്ടനെ മാത്രം ഓർത്തിട്ടാ ഞാനത് അഴിക്കാതെ കൺട്രോൾ ചെയ്ത് കടിച്ചു പിടിച്ച് നടക്കണത്. എങ്ങനെ കറുപ്പെടുത്ത്? പിന്നല്ലാതെ അത് അഴിച്ചാലല്ലേ അവൾക്ക് നാട്ടാമക്ക് പരാതി കൊടുത്ത് എന്നെ കൊണ്ട് താലി കെട്ടിക്കാൻ പറ്റുള്ളൂ. എടാ പോത്തെ, തമിഴിൽ കറുപ്പ് എന്ന് പറഞ്ഞാൽ ചാരിത്രം എന്നാണ് അർത്ഥം. ചരിത്രവും കോപ്പൊന്നുമല്ല. എടാ, ഈ പെണ്ണുങ്ങൾ കാത്തു സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്ന ഒന്നില്ലേ, അത് അതഴിച്ചു എന്ന് പറഞ്ഞ ആ പെണ്ണിനെ നശിപ്പിച്ചു എന്നാണ് അർത്ഥം. എന്റെ അമ്മോ, അപ്പൊ അച്ചുവട്ട ആ പെണ്ണിനെ നശിപ്പിച്ചു എന്നാണ് ആ പെണ്ണ് വിളിച്ചു കൂവിക്കൊണ്ട് നടക്കണത്. സത്യത്തിൽ അച്ചുവട്ടൻ അത് അഴിച്ചോ? ഒറ്റ തൊഴി വെച്ച് തന്നോണ്ടല്ലോ. അല്ല, അന്ന് കട്ടില് വീണപ്പോ അറിയാതെ എങ്ങനെ അഴിഞ്ഞു പോയോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു. അല്ല, അങ്ങനെ അഴിച്ചിട്ടില്ലെങ്കിൽ അവളെ വെറുതെ വിട്ടാ പറ്റില്ല, പകരം വീട്ടണം. പകരം വീട്ടാനോ? അതെ, അവളുടെ കഴുത്തിൽ താലി കെട്ടി കൂടെ പൊറപ്പിച്ച് പകരം വീട്ടണം. എന്തോ? അല്ല, പകരത്തിന് പകരം വീട്ടാനുള്ള വഴി പറഞ്ഞു തന്നതാ. നിന്റെ വഴി ഉപദേശം ഒന്നും എനിക്ക് വേണ്ട. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം.